നല്ലോണം മനസ്സുരുക്കി പ്രാർത്ഥിച്ചല്ലോ. ഒരു പാവത്തിനെ ദ്രോഹിച്ചതിന്റെ ക്ഷീണമൊക്കെ പോട്ടെ. ദേ രേഷ്മ, ഞാൻ പലവട്ടം പറഞ്ഞു അബദ്ധം പറ്റിയതാണെന്ന്. പിന്നെ അത് തന്നെ പറഞ്ഞെന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ. സത്യം അറിയാമെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തെറ്റുപറ്റി ഞാൻ മാപ്പും പറഞ്ഞു. മാപ്പ് പറഞ്ഞ തീർന്ന തെറ്റാണോടി നീ അയാളോട് ചെയ്തത്? അല്ല, പക്ഷെ പറ്റിപ്പോയില്ലേ. ഇനി ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ. ഈ പ്രശ്നത്തിലൂടെ നഷ്ടപ്പെട്ട അയാളുടെ ഇമേജ് നമ്മളായിട്ട് തന്നെ വീണ്ടെടുത്ത് കൊടുക്കുന്നു. അതിനുള്ള അവസരം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. എങ്ങനെ? നിങ്ങൾ എന്റെ കൂടെ നിക്കാമെങ്കിൽ പ്ലാനൊക്കെ എന്റെ കയ്യിലുണ്ട്. സത്യാഗ്രഹത്തിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴാ അടുത്ത പ്ലാൻ. ഇതയാളെ നന്നാക്കാനാണെന്നേ. വേറൊന്നും ചെയ്യണ്ട. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. ബാക്കി ഞാൻ ചെയ്തോളാം. കുഴപ്പാവോ? ഇല്ലെന്നേ. നീ ആയതുകൊണ്ടാ. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. അപ്പോ ഓക്കെ ആണല്ലോ? ഓക്കെ. പിന്നെ കോട്ടയത്തെ സെമിനാരിയിൽ നിന്ന് വിളിച്ചിരുന്നു. ക്രിസ്മസാ വരുന്നത്, വയനിടാൻ പാകത്തിനുള്ള മുന്തിരി കൊടുത്തേക്കണോന്ന്. അതെല്ലാ കൊല്ലം കൃത്യമായിട്ട് കൊടുക്കുന്നല്ലേ, പിന്നെന്തിനപ്പോ ഒരു വിളി? ലോറൻസ് അച്ഛനാ വിളിച്ച. ആ വിളി വേറെ. ഇനി എന്താണോ ഉദ്ദേശം? ഞങ്ങളോടുള്ള ദേഷ്യം മാറിക്കാണില്ലെന്നറിയാം. അതിനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്ന് അപേക്ഷിക്കാനും കോളേജിൽ നടക്കുന്ന പരിപാടിയിലേക്ക് മുഖ്യ അതിഥിയായി ക്ഷണിക്കാനും വേണ്ടിയാ ഞങ്ങളിപ്പോ വന്നത്. നാട്ടിൽ മുഴുവൻ നാറ്റിച്ചത് മതിയായില്ലേ? ഇനി കോളേജിലും കൊണ്ടുപോയി നാറ്റിക്കണോ? അയ്യോ, നാറ്റിക്കാനൊന്നും അല്ല. ഇപ്പൊ ഉണ്ടായ ക്ഷീണം മാറ്റാൻ വേണ്ടിയാ. പ്രായശ്ചിത്തം അങ്ങനെ കരുതിയാലും തെറ്റില്ല. സോളമനെ എങ്ങോട്ടേക്കും വരുന്നില്ല. സഹായിച്ചിട്ടേ ഉള്ളൂ എപ്പോഴും. പക്ഷേ തിരിച്ചു കിട്ടിയത് മുഴുവനും നന്ദികേടാ. ഇപ്പൊ തന്നെ സെലിൻ അവളുടെ ഇടവകയിൽ മാത്രമല്ല, പല ഇടവകയിലും ഇദ്ദേഹം കൊടുക്കുന്ന കാശുകൊണ്ടേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതൊന്നും നോട്ടീസ് അടിച്ച് ആരെയും അറിയിക്കാറില്ല. അത് മനസ്സിലായപ്പോഴാ ഞങ്ങൾക്ക് ശരിക്കും കുറ്റബോധം തോന്നിയത്. വരുന്ന ഞായറാഴ്ച നഴ്സസ് ഡേയാ. ഞങ്ങളുടെ കോളേജിലും എല്ലാ കൊല്ലവും ആഘോഷിക്കാറുണ്ട്. തമിഴ്നാട്ടിലാണ് കോളേജെങ്കിലും പഠിക്കുന്നതില് ഭൂരിഭാഗവും മലയാളി കുട്ടികളാ. അതുകൊണ്ട് തന്നെ ഒരു മലയാളി ചീഫ് ഗസ്റ്റ് ആവുന്നതാ നല്ലത്. ഞങ്ങളെല്ലാരും കൂടി ആലോചിച്ചപ്പോ അതിന് പറ്റിയ ആള് സോളമനാണെന്ന് തോന്നി. ആലോചിച്ചത് ഇവൾ ഒറ്റയ്ക്കാ. ഇവൾക്ക് ശരിക്കും നല്ല വിഷമമുണ്ട്. എന്താ സോളമ്മ മിണ്ടാതിരിക്കുന്നത്? ഇവരുടെ ആവശ്യം കേട്ടില്ലേ? ചീഫ് ഗസ്റ്റ് കൊല്ലാനാണോ വളർത്താനാണോ എന്ന് ആർക്കറിയാം? അതെ, നിങ്ങൾ ഇവിടെ ഇപ്പൊ കണ്ടപ്പോ എന്റെ ശരിക്കുള്ള സ്വഭാവം വെച്ചാണെങ്കിൽ പട്ടിയെ അഴിച്ചുവിട്ട് ഓടിപ്പിക്കുക വേണ്ടത് അല്ലേ? അതെ, സത്യം പറഞ്ഞ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ആലോചിച്ചപ്പോ തോന്നി പകയൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അതിന്റെ ദോഷം നമുക്ക് തന്നെയല്ലേ കേശവേട്ടാ? അതെ അതെ. അതുകൊണ്ടേ ഞാൻ പരിപാടിക്ക് വരാം. സോഫി നടത്തുന്ന പരിപാടിയില്ലേ, എന്നെ ഇങ്ങോട്ട് വന്ന് ക്ഷണിച്ച സ്ഥിതിക്ക് ഞാൻ വരാതിരിക്കുന്ന മോശമല്ലേ? ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഞാൻ ഇവളോട് പറയായിരുന്നു സോളമൻ അങ്ങനെ ദേഷ്യമൊന്നും വെച്ചോണ്ട് നടക്കുന്ന സ്വഭാവക്കാരനല്ലെന്ന്. അന്യനാട്, നമ്മളാണെങ്കിൽ മലയാളികൾ. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളൊക്കെ കാണിച്ചാലും ഒരാവശ്യം വരുമ്പോ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ? അതെ അതെ. എന്നിട്ടാണല്ലോ നിങ്ങൾ എല്ലാരും കൂടി മലയാളിയായ സാധു സോളമനെ കള്ളക്കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കയറ്റിയേ. കേശവേട്ടാ, അത് കഴിഞ്ഞില്ലേ? പിന്നെ അതിനെ കുറിച്ച് എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നത്? നമ്മളിപ്പോ ചിന്തിക്കേണ്ടതേ നഴ്സിംഗ് ഡേ കുറിച്ചാ. നമുക്കത് താർക്കാം, അല്ലേ? അതെ.
ഇനി വരാതിരിക്കോ? സോളമൻ പുറപ്പെട്ടെന്ന് ഫോൺ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്തും. ഞങ്ങള് റെഡിയാ. സൂപ്പറുണ്ടോ? എപ്പോഴേ വേദിയിലെത്തി. ഞാൻ വൈകില്ലല്ലോ. ഇല്ല, വരൂ. ഒന്ന് മാറിക്കോ. എന്തു പറ്റി? ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു പരിപാടിയിൽ. ധൈര്യം കിട്ടാൻ വേണ്ടി രണ്ടെണ്ണം അടിച്ചു. കുഴപ്പമൊന്നുമില്ല. പ്രസംഗമൊക്കെ പഠിച്ചിട്ട് വന്നു. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാ, അതൊരു കോളേജ്. മദ്യപിച്ചത് മോശമായി പോയി. കുഴപ്പമൊന്നുമില്ലാന്നേ. നമുക്ക് പരിപാടി തുടങ്ങാം. വാ, നമ്മൾ വിചാരിക്കുന്നത്ര കുഴപ്പമൊന്നും സംഭവിക്കാം. വെൽക്കം സോളമൻ. തുടങ്ങാണ്. നമ്മുടെ മുഖ്യാതിഥി സോളമൻ എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന സ്വന്തം അധ്വാനം കൊണ്ട് ഏക്കർ കണക്കിന് മുന്തിരിത്തോട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരാൾ എന്നതും മാത്രമല്ല നമ്മുടെ മുഖ്യാതിഥിയുടെ പ്രത്യേകത. സ്വന്തം തോട്ടത്തിൽ വിളയുന്ന ഒരു മുന്തിരിയിലും കീടനാശിനി തളിക്കില്ല എന്ന ദൃഢനിശ്ചയവും ശ്രീ സോളമനുണ്ട്. മുഴുവൻ വിഷമയമായ ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു സേവനം ചെയ്യുന്ന ഈ കർഷകൻ എന്തുകൊണ്ടും ഒരു മാതൃകാ പുരുഷനാണ്. മാതൃകാ പുരുഷൻ കുളവാക്കുന്ന ലക്ഷണമുണ്ട്. സോഫിക്ക് ഇത് തന്നെ വേണം. അവളുടെ നിർബന്ധമായിരുന്നല്ലോ ഇയാളെ വിളിക്കണോന്ന്. ഇനി സഹിക്കട്ടെ. ഈ പരിപാടിയിലെ മുഖ്യ പ്രഭാഷണം നടത്തുവാനായി ശ്രീ സോളമനെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞാൻ നിങ്ങളോടൊന്നും മറച്ചു വയ്ക്കുന്നു. ഞാൻ ലേശം കഴിച്ചിട്ടുണ്ട്. അല്പമൊന്നുമല്ല, സാമാന്യം തിരക്കിട്ടില്ലാതെ എന്നെ കഴിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് നല്ല കപ്പാസിറ്റി ഉള്ളതാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു പേടിത്തൊണ്ടാണ്. ഇതുപോലൊരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മദ്യപിച്ചതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്നല്ല, ഞാൻ മദ്യപിച്ചത് മനഃപൂർവ്വം. നിങ്ങളുടെ ഈ നേതാവുണ്ടല്ലോ സോഫി, അവൾ എന്നോട് കാണിച്ച എന്താണെന്ന് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് മാപ്പും കൊണ്ട് വന്നിരിക്കുക. പിന്നെ സോപ്പിടാൻ ഒരു പരിപാടിയിലേക്ക് ക്ഷണവും. കസേരയും മയക്കും കണ്ട വീഴുന്ന ആളൊന്നുമല്ല ഈ സോളമൻ കേട്ടോ. പഴയതൊന്നും മറക്കാനും പോകുന്നില്ല. ഒരു നേഴ്സിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കരുണയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വേണ്ടത് ക്ഷമയാണ്. മൂന്നാമത് ശ്രദ്ധ. ഇതൊന്നും ഈ പെണ്ണിനില്ല. അങ്ങനെ ഒരാൾ നടത്തുന്ന ഈ പരിപാടി എല്ലാ തരത്തിലും അപഹാസ്യമാണ്, മ്ലേച്ഛമാണ്. ഇങ്ങനെ ഒരു പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ടിരിക്കാനോ മുഖ്യ പ്രഭാഷണം നടത്താനോ മനസ്സില്ലാന്ന് ഞാൻ അറിയിക്കുന്നു. ഇവളെ പോലുള്ള വിവരദോഷികളെ ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം, ഒറ്റപ്പെടുത്തണം. എന്നാലേ നിങ്ങളും ഈ കോളേജും രക്ഷപ്പെടും. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. പോട്ടാ.
വേണ്ടായിരുന്നു. ഇതിത്തിരി കടന്ന കൈയായി പോയി. നിങ്ങൾ ചുമ്മാ അങ്ങനെ പറയല്ലേ. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണെന്ന് പറഞ്ഞ് നടക്കുന്നു. ഒന്ന് നിന്നേ. നിങ്ങളൊരു ആഭാസനാണെന്ന് കേട്ടിട്ടുണ്ട്. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാനാ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. മദ്യപിച്ചു വന്നത് നിങ്ങൾ നശിപ്പിച്ചു, എന്നെ നാണം കെടുത്തി. നീ പിന്നെ എന്ത് വിചാരിച്ചു? എടി, ഈ കവള തടി കൊണ്ടാലേ മറുകരണം കാണിച്ചു കൊടുക്കാൻ കർത്താവൊന്നുമല്ല സോളമൻ. എനിക്ക് നൊന്നാലേ നോവിച്ചവനെ ഞാൻ തിരിച്ചു നോക്കും. നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി നരിച്ചു, ഞാൻ നിന്നെ കോളേജിൽ വന്ന് നരിച്ചു. ഇപ്പൊ എല്ലാം സമാസമായില്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ സൗഹൃദമാവാം. സൗഹൃദം? തന്നെ പോലുള്ള വൃത്തികെട്ടവനുമായിട്ടുള്ള സൗഹൃദം എനിക്ക് വേണ്ടെങ്കിലോ? കുറിച്ചിട്ടോ താൻ. ഇതിനുള്ള മറുപടി ഞാൻ തന്നിരിക്കും. നൊന്താ തിരിച്ചു നോവിക്കുന്ന ശീലം തന്നെ എനിക്കും. കുട്ടിയൊന്ന് നിന്നേ. എന്താ? ഇനി ഇതിന്റെ പേരിൽ കശപിശയൊന്നും ഉണ്ടാവരുത്. സോളമൻ അങ്ങനെ മദ്യപിക്കുന്ന ആളൊന്നുമല്ല, ആഭാസനുമല്ല. താൻ അങ്ങനെയല്ലേ പറയൂ. മുതലാളി ചെയ്യുന്ന എന്ത് തോന്നിയസത്തിനും കൂട്ടുനിൽക്കലാണല്ലോ തന്നെ പോലുള്ള ബാല്യക്കാർക്ക് വിധിച്ചിട്ടുള്ളത്. ഞാൻ സത്യ പറഞ്ഞത്. കുടിച്ചതായിട്ട് സോളമൻ അഭിനയിച്ചതാ. ഒരു സാധു ആള്, എന്നാലും വാശിയുണ്ട്. മോള് അവനോട് ചെയ്തതൊന്നും മറക്കാൻ പറ്റുന്ന തെറ്റൊന്നും അല്ലല്ലോ. അവന്റെ ഉള്ളിലെ ദേഷ്യം ഇതോടെ തീർന്നു. ഇനി നിങ്ങൾ തമ്മിൽ വഴക്കും പകയൊന്നും വേണ്ട. ഇത്ര ഉള്ളപ്പം മുതൽ എനിക്ക് അവനെ അറിയാം. സ്നേഹിക്കുന്നവർക്ക് സ്വന്തം ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാ സോളമൻ. വേണ്ടത്ര ലാളന കിട്ടാതെ വളർന്നത് കൊണ്ട് ഇത്തിരി ശുണ്ടി കൂടിപ്പോയി. മോള് വാ, ഇപ്പൊ തന്നെ പറഞ്ഞെല്ലാം അവസാനിപ്പിക്കാം. വാ. ഇല്ല കേശവേട്ട, ഈ അപമാനം എനിക്ക് സഹിക്കാൻ പറ്റില്ല. സോളമനോട് ഞാൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. ഞാൻ അതിന് മാപ്പും പറഞ്ഞു. എല്ലാം അവസാനിപ്പിക്കാൻ ഞാൻ ഈ പരിപാടിയിലേക്കും ക്ഷണിച്ചു. പക്ഷെ സോളമൻ എന്നോട് ചെയ്തതോ? എല്ലാം കാണുന്ന ഒരാളെ മുകളിലിരിപ്പുണ്ട്. അദ്ദേഹം തീരുമാനിച്ചോളും ഇനി എന്താ വേണ്ടത്. അവള് ദേഷ്യത്തിൽ തന്നെയാ. അവളോട് പോവാൻ പറ. താൻ വാ, ഇനി ശരിക്കും പോയി 2 അടിക്കാൻ വാ. വേഗം കയറുവാ. സാധനം ഉണ്ടോ വാങ്ങിക്കണോ? സോഫി, ആ കള്ളൂടിനെ നമ്മുടെ കോളേജിലേക്ക് കൊണ്ടുവന്നാലോ? എന്നിട്ടൊരു സിനിമാറ്റിക് ഡാൻസും കൂടെ കളിപ്പിക്കാം. ചുമ്മാ ഇരടി. ദേ, നീ അതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട. സോളമൻ എന്ന അധ്യായമേ മറക്കുക. അങ്ങനെ മറക്കാൻ പറ്റുന്നില്ല രേഷ്മ. എന്നെങ്കിലും ഒരിക്കൽ ഇതിനൊരു തിരിച്ചടി കൊടുക്കാൻ കർത്താവ് ഒരു വഴി കാണിച്ചു തരും. സോഫി, ദേ അവിടെ ഒരു പുതിയ അഡ്മിഷൻ. തല്ല് കേസാ. തല്ലിയത് വേറെ ആരുമല്ല, ആ സോളമനാ. സോളമനോ? അതെ. എന്നിട്ട് അയാൾ എവിടെ? ദേ അവിടെ കിടപ്പുണ്ട്. എന്നാச்சு? ബാള് മാതിരി ഉതച്ചിട്ടാക്ക. யார் இது செய்தது? அந்த சோழமன் தான். சோழமனா? ஆமா, இவன் வந்து அந்த தோட்டத்துல வேலை பார்த்துட்டு இருக்கு. சம்பளம் கிம்பளம் ஒண்ணுமே கொடுக்கல. கேட்டா இந்த மாதிரி செஞ்சிடும். இங்க போலீஸ் நியமம் இருக்கு. நீங்க அவர்கிட்ட சொல்ல வேண்டானே. போலீஸ் எல்லாம் அவரோட ஆளு. நாங்க இது சொல்லின்னு வச்சுக்கோ, நம்ம பேர்ல கேஸ் போட்டு உள்ள தள்ளிடும். உங்களுக்கு உதவி பண்றதுக்கு யாரும் இல்லையா? இல்லம்மா. நீங்க ஒரு கம்ப்ளைண்ட் எழுதி கூட, நான் உதவி பண்றேன். எங்களுக்கு ஏதாவது பிரச்சனை வருமா? எதுவுமே வராது. இது வந்து கிரிமினல் குற்றம் தான். கூலி கேட்டுறதுக்கு அடிக்கிறது. சீக்கிரமா நீங்க ஒரு கம்ப்ளைண்ட் எழுதி கொடுங்க. சரிம்மா. സോഫി, നീ ഇതെന്ത് ഭാവിച്ച? അയാൾക്കൊരു തിരിച്ചടി കൊടുക്കാൻ കർത്താവായിട്ടൊരു അവസരം തന്നു. ഞാനത് ചെയ്യും.
கம்ப்ளைண்ட்ல இருக்கிறவன் இப்ப எங்க இருக்கான்? ആശുപത്രിയിലുണ്ട്. ஏன் அவன் முன்னாடியே இங்க வரல? അയാൾക്ക് ധൈര്യമില്ല. പോലീസിലെ സോളമനുള്ള സ്വാധീനം അയാൾക്ക് നന്നായിട്ട് അറിയാം. முன்னாடி நீங்க ஒரு பொய்யான கம்ப்ளைண்ட் கொடுத்தப்ப நான் அந்த ஆளை கஸ்டடியில எடுத்தேன். அதுக்கப்புறம் நீங்களா வந்து அந்த கம்ப்ளைண்ட திரும்ப வாங்கிக்கிட்டீங்க. இந்த கம்ப்ளைண்டையும் அந்த கம்ப்ளைண்ட் மாதிரி நீங்க திரும்ப வாங்க மாட்டீங்கன்னு என்ன நிச்சயம்? സർ, ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് കാണണം. തല്ല് കിട്ടാത്ത ഒരു സ്ഥലം പോലും ഇല്ല അയാളുടെ ദേഹത്ത്. ശരിക്കും കൊല്ലാനുള്ള ശ്രമമായിരുന്നു. பாருமா, உனக்கும் சாலமனுக்கு இருக்கிற பகைய தீர்க்க வேண்டிய இடம் இது இல்ல. அடிப்பட்டவங்களுக்கு ஏதாவது கம்ப்ளைண்ட் இருந்தா இங்க வந்து சொல்ல சொல்லு. இங்க வர முடியாத நிலைமையில அவங்க இருந்தா ஒரு கால் பண்ணி சொல்ல சொல்லு. അപ്പൊ സാർ ഈ പരാതി പരിഗണിക്കില്ലെന്നാണോ പറയുന്നത്? ஆமா. இனிமே முன்னாடி மாதிரி ஏமாறதுக்கு என்னால முடியாது. വേണ്ട സർ. സാർ ഇവിടെ സോളമന്റെ ആളായിട്ടിരുന്നു. ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. ஆண்டவா, இவளை காப்பாத்து. அதை பார்த்து பண்ணுங்க. ചായ റെഡി, ചായ റെഡി, ചായ റെഡി. ഇന്ന് നേരത്തെ ആണല്ലോ. അതെ, ഊണ് കഴിഞ്ഞപ്പോ തന്നെ ചായ ഉണ്ടാക്കി. അത് കുടിച്ചേച്ച് അങ്ങ് പണി തുടങ്ങുമല്ലോ. ഇനി ഇതിനു വേണ്ടി കാത്തു നിൽക്കില്ലല്ലോ. ആഹാ, ഇന്ന് കപ്പ ഒഴുങ്ങിയതില്ലേ? ഇല്ല, ഇന്ന് പഴം പുഴുങ്ങിയതാ. ദാ കഴിക്ക്. വേണ്ട, ഞാൻ പോയിട്ട് പോരാ. പിടി. എല്ലാരും വാങ്ങോ. ചായ കുടിച്ചതിക്ക് അപ്പുറം വേല പാത്താ പോതും. ചൂടായിട്ട് കുടിക്ക്. എന്താണോ വീണ്ടും കുടിക്കേ. നല്ല സമയത്താ വന്ന്. ഒരു ചായ എടുക്കട്ടെ? ചായ കുടിക്കാനല്ല ഞാൻ വന്നത്. പിന്നെ നിങ്ങളൊരു തൊഴിലാളിയെ മർദ്ദിച്ച് അവശനാക്കിയല്ലോ. അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നല്ല ശിങ്കം. ഇയാളുടെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. എവന്റെ വക്കാലത്തോട്ട് വന്നാണോ? ഞാൻ കരുതിയത് നീ നഴ്സിംഗിന് പഠിക്കുന്ന കുട്ടിയാണെന്നാ. ലേബർ ഓഫീസിൽ പണി കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല. ന്യായം ഒന്നും പറയണ്ട. മര്യാദയ്ക്ക് ഇയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്ക. ശരി, കൊടുക്കാം. ഇയാള് പറഞ്ഞാലേ അനുസരിക്കാതിരിക്കുന്ന മോശമല്ലേ? അല്ലേ കേശോട്ടാ? പിന്നല്ലാതെ. താൻ അത്രയ്ക്കായോ? ഇതിന് താൻ കോടതി കയറേണ്ടി വരും. ഇവനെ പോലെ ഒരുത്തന്നെ തല്ലിയതിന്റെ പേരിലേ കോടതിയെന്നല്ല, കഴുമരം വരെ കയറാൻ തയ്യാറായ. അതിനെ എനിക്ക് അഭിമാനമേ ഉള്ളൂ. നീ എന്തറിഞ്ഞിട്ടേ ഇവനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഞാൻ ഇവനെ തല്ലി എന്നുള്ളത് ശരിയാ, തല്ലി. അതെന്തിനാന്നുള്ളത് നീ അന്വേഷിച്ചോ? ജോലി ചെയ്ത കൂലി കൊടുക്കാഞ്ഞിട്ട്. ആ, കൂലി ഇവന്. അതിന് എവനെ എന്റെ തോട്ടത്തിലെ പണിക്കാരനല്ല. എന്റെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതേ ഇവന്റെ ഭാര്യ മുത്തുലക്ഷ്മിയാ. മുത്തുലക്ഷ്മിക്ക് വാ. நான் உன்னோட புருஷன் அடிச்சது எதுக்காகன்னு சொல்லு. കുടിച്ചിട്ട് വന്ന് എന്നെ അടിച്ചിട്ടാ മാഡം. കുഴന്തയും ചേർത്ത് അടിച്ചിട്ടാ. കേട്ടോ, ദാ ഇത്ര ഉള്ള കുട്ടികളാ. ആ കുട്ടികളെ എടുത്താ കിണറ്റിലെറിയാൻ പോയത്. അത് കണ്ട് കൈയും കെട്ടി നോക്കിക്കാൻ എനിക്ക് പറ്റിയില്ല. തല്ലി, ഇനിയും തല്ലും. നീ പോക. എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ഇടവും വലവും അന്വേഷിക്കണ്ടേ? കേശവട്ടിന് കാര്യം മനസ്സിലായില്ലേ? എന്നെ കൊടുക്കാൻ ഒരു വഴി കിട്ടിയപ്പോ അത് ഉപയോഗിക്കാൻ നോക്കിയതാ. അതിങ്ങനെ ആയി പോയിന്ന് മാത്രം. ഈ വാശി നല്ല കുട്ടികൾക്ക് ചേർന്നതല്ല. അത് നമുക്ക് അവസാനിപ്പിക്കാൻ കേശവട്ടാ. അല്ലെങ്കിൽ താനേ അവസാനിച്ചോളൂ. നമ്മളാരും അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ. മോള് നിക്ക്. നല്ല ചായയും പഴം പുഴുങ്ങിയതും ഉണ്ട്. ഇവിടം വരെ വന്നതല്ലേ, കഴിച്ചിട്ട് പോകാം. വേണ്ട. ഒരു വല്ലാത്ത സ്വഭാവം അല്ലേ? അതെ അതെ.
വിളിപ്പിച്ചത് പ്രിൻസിപ്പൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്തിനാ സർ? സാറ് പറയും, ചെന്നോളൂ. മേ ഐ കം ഇൻ സർ? ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇതിന് ഇതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ട്, ഗുഡ് വില്ലുണ്ട്. രണ്ടും നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാ ഉണ്ടാക്കിയെടുത്തത്. അത് നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല. സർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈയിടെ ഉണ്ടായ സകല പ്രശ്നങ്ങൾക്കും കാരണം സോഫിയയാണെന്നാ എല്ലാരും പറയുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോഴും അതാണ് സത്യം. സെലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുത്തനെ ക്രൂശിക്കാൻ നോക്കി. സോളമൻ ആരെന്നാ നിന്റെ വിചാരം? ഈ സ്ഥാപനത്തിനും കൂടെ വേണ്ടപ്പെട്ട ആളാ. ഇനി ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ല. നേഴ്സിംഗ് ഡേ ആഘോഷം മോശമാക്കിയതിന്റെ സകല ഉത്തരവാദിത്വവും സോഫിയ ഒരാൾക്കാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ അയാളെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കാൻ പാടില്ലായിരുന്നു. ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ദാ ഇത് വാങ്ങിക്കോളൂ, സസ്പെൻഷൻ ലെറ്ററാണ്. ഈ സ്ഥാപനത്തിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തിയ കുറ്റത്തിന് യു ആർ സസ്പെൻഡഡ് ഫോർ 15 days. സർ, മാനേജ്മെന്റ് നിർദ്ദേശിച്ചു, ഞാൻ അനുസരിച്ചു. കുട്ടിക്കറിയാമോ സോളമൻ ചെയ്തിട്ടുള്ള സർവീസുകളെ കുറിച്ച്? നിർധനരായ എത്രയെത്ര പെൺകുട്ടികളുടെ വിവാഹമാണ് അയാൾ നടത്തിക്കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ വീട് വെച്ചു കൊടുക്കൽ, അസുഖം വന്നാൽ സഹായിക്കൽ, ഇതൊന്നും തന്നെ പേരിനും പ്രശസ്തിക്കും വേണ്ടി അല്ല അയാൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആരും അറിയുന്നില്ല. പിന്നൊരു കാര്യം, ഇന്ന് തന്നെ ഹോസ്റ്റൽ ഒഴിയണം. ഒരു 10-15 ദിവസം വീട്ടിൽ പോയിരിക്കെ, അപ്പൊ പഠിച്ചോളൂ. സസ്പെൻഷൻ കൊണ്ട് പഠിച്ചില്ലെങ്കിൽ പിന്നെ വരാൻ പോകുന്ന ഡിസ്മിസലാണ്. കൊടുക്കാൻ അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. പെൺകുട്ടികളായാൽ അടക്കവും ഒതുക്കവും വേണം. അത് നിനക്കില്ല. അതിന്റെ കുഴപ്പമാ ഇതെല്ലാം. ഇറങ്ങിക്കോ ഇവിടുന്ന്.